അല്ല സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം 200 വർഷം പഴക്കമുള്ള ഒരു വീട്ടിലേക്കാണ്. അതാണ് ഈ വീട്. ഇരുനില വീടാണ് കണ്ടിട്ട്. എന്നാലും നമുക്ക് വീട്ടിലേക്കൊന്ന് പോയി നോക്കാം. അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയെന്ന് അറിയാം. നടുമുറ്റം വീടാണോ എന്നുള്ളതും നമുക്കറിയാം. കല്ലുകൊണ്ട് നിർമ്മിച്ച് തേപ്പൊന്നും ചെയ്യാത്തൊരു ഇരുനില വീടാണ്. കല്ലിൻ്റെ മനോഹരത അവിടെ കാണുന്നുണ്ട്. കല്ലിൽ തീർത്ത നല്ല രസകരമായ ആർച്ചൊക്കെ കാണുന്നുണ്ട്. ഞങ്ങൾ വീടിൻ്റെ മുന്നോട്ട് നീങ്ങി വാതിൽ തുറന്നു. നല്ല തേക്ക് കൊണ്ട് നിർമ്മിച്ച വാതിലാണ് നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മുന്നോട്ട് നീങ്ങി ഇപ്പോൾ അതിൻ്റെ മുറ്റത്താണ് നിൽക്കുന്നത്. ആകെ വൃത്തിഹീനമായ നിലയിലാണ്. കാടും പൊന്തയും ഒക്കെ കെട്ടിയ നിലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നല്ല ഓടി മേഞ്ഞ വീടാണ്. കാണുമ്പോൾ നല്ലൊരു മനോഹരതയൊക്കെ ഉണ്ട് വീടിന്. മുകളിൽ ജനവാതിലൊക്കെ തുറന്ന് നല്ല ബാൽക്കണികളൊക്കെ ഉണ്ട്. നല്ലൊരു വ്യൂ ആയിട്ടുള്ള ഒരു വീട് തന്നെ. ഉള്ളിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു. തൂണിൽ തീർത്ത നല്ല കൗതുകകരമായ ഡിസൈനുകളൊക്കെ കാണാം. അടിപൊളി വലിയൊരു സിറ്റ് ഔട്ടാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ കൊലായി എന്നൊക്കെ പറയും നമ്മൾ. നല്ല വാതിലിൽ തേക്കിൽ തീർത്ത വാതിലാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതാണ് നല്ല ചുമരാണത്. ഈ ചുമര് നല്ല ഡിസൈനായിട്ടാണ് അവർ ഒരു തേപ്പുമില്ലാതെ നല്ല വൃത്തിയായ നിലയിൽ അന്ന് നിർമ്മിച്ചത്. ഇതെന്തോ എന്നറിയില്ല, ഒരു ലോക്കറായ പോലെ. ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. പക്ഷേ നല്ല ഇരുട്ടാണ് റൂമിൻ്റെ ഉള്ളിലെല്ലാം. എന്നാലും ഏകദേശം അത്യാവശ്യം സ്പേസുള്ള ഒരു വലിയൊരു വീട് തന്നെയാണ് ഇത്. ഞങ്ങളവിടെ എല്ലാം ഇങ്ങനെ ഷൂട്ട് ചെയ്തു. ഉള്ളിലേക്ക് ഇരുട്ടാണ്. ഇതാണ് കിച്ചൺ പിന്നീട് പുനർനിർമ്മിച്ചതാണോ എന്നൊരു സംശയമുണ്ട്. കാരണം വെച്ചാൽ ഒരു സിമെന്റ് കൊണ്ട് വർക്ക് നടന്നിരിക്കുകയാണ്. അടച്ചുറപ്പുള്ള നല്ലൊരു വീടാണ്. അന്നത്തെ കാലത്തെ കക്കൂസ് അവിടെ ഇപ്പോൾ കാണുന്നത്. റൂമാണിത്. മുകളിലോട്ട് കയറാമെന്ന് വിചാരിച്ച് മുകളിലോട്ട് ഞങ്ങൾ നീങ്ങി. മുകളിലോട്ട് കയറിയപ്പോൾ മുകളിൽ കുറച്ച് പെയിന്റ് അടിച്ച് കുറച്ച് കല്ലുകൊണ്ട് നിർമ്മിച്ച നിലയിലാണ് ഞങ്ങൾ വീട് കണ്ടത്. നല്ല മരത്തടിയാണ്, നല്ല ഉറപ്പുള്ള മരത്തടിയാണ്. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ്